ഹലോ, എന്താ പാറു? മീര നിന്റെ അടുത്തുണ്ടോ? ഇല്ല. അവളോട് വരാൻ പറ. ഞാനിപ്പോ നിന്നെ വീഡിയോ കോൾ ചെയ്യാം. എന്തിന്? നീ പ്രിയൻ ചേട്ടന്റെ സ്വഭാവശുദ്ധി ചോദ്യം ചെയ്തില്ലേ? അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടും നീ വിശ്വസിച്ചില്ലല്ലോ. പാറു, ഞങ്ങൾ പറയുന്നതിന് നീ എന്തിനാ തെറ്റായ അർത്ഥത്തിൽ എടുക്കുന്നത്? നീയും മീരയും ആ ഡോക്ടറും ഒക്കെ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളില് നിങ്ങളെല്ലാവരും പ്രിയൻ ചേട്ടനെ കുറ്റപ്പെടുത്തുക ചെയ്യുന്നത്. പ്രിയൻ ചേട്ടൻ ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് ഞാൻ നിങ്ങളെ തെളിയിച്ച് കാണിക്കാം. നീ മീരയെ വിളിക്കേ. പാറു, പാറു. എന്താടി, പാറുന് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? പ്രിയനായിരിക്കും അവളുടെ ഗർഭത്തിന് ഉത്തരവാദി എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതവളെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്. അവന്റെ സ്വഭാവശുദ്ധി തെളിയിക്കാൻ അവൾ എന്തോ കാണിച്ചു കൂട്ടാനുള്ള പരിപാടിയാ. അവളിപ്പോ വീഡിയോ കോളിൽ വരും. നിന്നെ വിളിക്കാൻ അവൾ പ്രത്യേകം പറഞ്ഞു. ഇവള് എന്തിനുള്ള പുറപ്പാടാ? അറിയില്ല. ദേ വിളിക്കുന്നു. പാറു, നീ എന്ത് ചെയ്യാനാ പോകുന്നത്? പ്രിയൻ ചേട്ടന്റെ മനസ്സിൽ കളങ്കമൊന്നും ഇല്ലെന്ന് തെളിയിക്കാൻ ഞാൻ എന്തും ചെയ്യും. ഇനിയെങ്കിലും നിങ്ങൾ പ്രിയൻ ചേട്ടനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നത് നിർത്തണം. പാറു, നീ എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറ. ഇവിടുത്തെ എങ്ങോട്ടാ പോകുന്നത്? അവളുടെ ഉദ്ദേശം എന്താന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല, കണ്ടു നോക്കാം. അവള് പ്രിയനെയും കൂട്ടിക്കൊണ്ട് വന്നല്ലോ. നമ്മുടെ ഫോണ് മ്യൂട്ടാക്ക്. നമ്മൾ സംസാരിക്കുന്നത് അവര് കേൾക്കണ്ട. ലഞ്ച് ഏരിയയിലിരുന്ന് സംസാരിച്ച പോരായിരുന്നോ? ശരി, ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ പറ. പറയാം. ഒരു മിനിറ്റ്, ഞാൻ ആ വാതിൽ നടച്ചോട്ടെ. നീ വാതിലെന്തിനാ അടച്ചത്? അതിനും മാത്രം വലിയ രഹസ്യമാണോ നീ പറയാൻ പോകുന്നത്? ഞാൻ പ്രിയൻ ചേട്ടനോടൊരു കാര്യം ചോദിക്കും. അതിന് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ഇങ്ങനെ ചോദിച്ച ഏതെങ്കിലും ആണുങ്ങൾ സത്യം പറയോ? എന്തായാലും അവളുടെ ചോദ്യത്തിന് പ്രിയൻ എന്താ ഉത്തരം പറയുന്നതെന്ന് അറിയാലോ. നിന്നോട് ഞാൻ ഒരിക്കലും നുണ പറയില്ല എന്ന് നിനക്കറിയില്ലേ? എന്ത് വേണമെങ്കിലും ചോദിച്ചോ. കഴിഞ്ഞ 2 ദിവസം പ്രിയൻ ചേട്ടനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാതിരുന്നപ്പോ പ്രിയൻ ചേട്ടന് എന്ത് തോന്നി? അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല പാറു. പാർക്കിൽ വെച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്നായിരുന്നു ഞാൻ കരുതിയത്. അപ്പോ അതിനെക്കുറിച്ച് സംസാരിച്ച് നമ്മുടെ സന്തോഷം കളയണ്ടെന്ന് നീ പറഞ്ഞു. നീ എന്നോട് സംസാരിക്കുക പോലും ചെയ്യാത്ത ആ 2 ദിവസവും എനിക്ക് 2 വർഷം പോലെയാ തോന്നിയത്. എവിടെ നോക്കിയാലും എന്ത് കണ്ടാലും നിന്റെ ഓർമ്മയാ വരാറ്. ഈ ശരീരം മാത്രമേ എൻ്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ. ജീവൻ നിന്റെ അടുത്തായിരുന്നു പാറു. ഞാൻ ഇത്രയ്ക്ക് ഒഴിഞ്ഞു മാറി നടന്നതിന് ശേഷം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പാർക്കിലേക്ക് വരാൻ ഞാൻ വിളിച്ചപ്പോഴേക്കും പ്രിയൻ ചേട്ടൻ ഒരു മടിയില്ലാതെ വന്നില്ലേ? എന്നോട് ദേഷ്യമൊന്നും തോന്നിയില്ലേ? ഒരു നിമിഷത്തേക്കെങ്കിലും എന്നെ വേണ്ടെന്ന് തോന്നിയില്ലേ?